സമാധാന ചർച്ചകളെക്കുറിച്ച് പുറം ലോകത്തോട് വാതോരാതെ സംസാരിക്കുമ്പോഴും അണിയറയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മറ്റൊരു ചോരപ്പുഴയ്ക്കുള്ള വിത്തുപാകുന്നു എന്ന ഇറാന്റെ ആരോപണം പശ്ചിമേഷ്യയെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ്. എന്ന് സമാധാനം എന്ന് ചോദിക്കുന്ന മനുഷ്യർക്കിടയിൽ വന്നു വീഴുന്ന വാർത്തകളാണ് കേട്ടോ ഇതൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെറുമൊരു കളിപ്പാവയായി ചിത്രീകരിച്ചുകൊണ്ട് ഇറാൻ സൈന്യം പുറത്തുവിട്ട പുതിയ വീഡിയോ ദൃശ്യങ്ങൾ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെറുമൊരു അജ്ഞാനവൃത്തിയായി ട്രംപ് മാറിയെന്നും സ്വന്തം സൈനികരെ ഒരു അപകടകരമായ ചതുപ്പിലേക്കാണ് അദ്ദേഹം തള്ളിവിടുന്നത് എന്നുമാണ് ഇറാന്റെ പരിഹാസം. 10,000-ഓളം അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഇറാന്റെ ഈ പ്രകോപനപരമായ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഇറാനെതിരെ ഒരു കരയുദ്ധത്തിന് അമേരിക്ക രഹസ്യമായി തയ്യാറെടുക്കുന്നു എന്ന വാർത്തയോട് ഇറാൻ സൈന്യം പ്രതികരിക്കുന്നത് അതിഭീകരമായ താക്കീതുകളോടെയാണ്. ഇറാനിലേക്ക് കരയുദ്ധത്തിനായി എത്തുന്ന അമേരിക്കൻ സൈനികർ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം സോൾഫാക്കരി വീഡിയോയിലൂടെ തുറന്നടിച്ചത്. ഇറാന്റെ മണ്ണ് പിടിച്ചെടുക്കുക എന്നത് അമേരിക്കയുടെ വെറും സ്വപ്നം മാത്രമാണ്. അധിനിവേശത്തിന് മുതിരുന്ന സൈനികരെ തീ കൊളുത്താൻ തങ്ങളുടെ സേന സുസജ്ജമാണ് എന്നും അദ്ദേഹം അവിടെ ആവർത്തിക്കുന്നുമുണ്ട്. അമേരിക്ക സമാധാന ചർച്ചകളെ കുറിച്ച് പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഇറാനെ തകർക്കാനുള്ള ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ ഈ നീക്കങ്ങളിൽ സഹായിക്കുന്ന മേഖലയിലെ മറ്റു സഖ്യകക്ഷികളും ഇതിന്റെ കടുത്ത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു ശമനവുമില്ലാതെ തുടരുന്നത് ലോകരാജ്യങ്ങളെ ആകെ ഭയപ്പാടിലാക്കുന്നു എന്നതാണ്. നെതന്യാഹുവിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് അമേരിക്കൻ സൈനികരുടെ ജീവൻ പണയപ്പെടുത്തുകയാണ് എന്ന ഇറാന്റെ ആരോപണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളും ചലനങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ സ്വതന്ത്ര നയതന്ത്ര സമീപനത്തെയും പ്രതിരോധ ദർശനത്തെയും പ്രതിഫലിക്കുന്നതാണ് ഈ പുതിയ ഓരോ വീഡിയോ സന്ദേശവും. അതേസമയം ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലയിൽ ലോകശക്തികളെ ഞെട്ടിച്ചുകൊണ്ട് ഉത്തര കൊറിയയും ഇറാനും ഒരേ സമയം പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മുകളിൽ സ്വന്തം പ്രതിരോധ ഭൂപടം സ്വയം വരച്ചു ചേർക്കുന്ന ഉത്തര കൊറിയയുടെ ഏറ്റവും പുതിയ ഹൈ ത്രസ്റ്റ് ഖര ഇന്ധന മിസൈൽ എഞ്ചിൻ പരീക്ഷണം വെറുമൊരു സാങ്കേതിക നേട്ടമല്ല, മറിച്ച് അത് ലോകശക്തികൾക്ക് നേരെ ഉയർത്തുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെ സഖ്യം മിഡിൽ ഈസ്റ്റിനെ ഒരു വലിയ വിനാശകരമായ യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് എന്നും അത് അമേരിക്കയുടെ തന്നെ അന്ത്യത്തിന് വഴി തെളിക്കുമെന്നും ഇറാൻ ഭരണകൂടം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്.